ലോക സാഹചര്യങ്ങളിൽ ആണവായുധ ഭീഷണിയില്ലാത്ത ഒരു ലോകം കെട്ടിപ്പടുക്കേണ്ടതിന്റെ അനിവാര്യത ഊന്നി പറഞ്ഞുകൊണ്ട് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ശക്തമായ ആഹ്വാനം വന്നിരിക്കുകയാണ്. ഇസ്രായേൽ ഇറാൻ സംഘർഷങ്ങൾ രൂക്ഷമാകുന്ന പശ്ചാത്തലത്തിൽ നീതിയിലും സാഹോദര്യത്തിലും പൊതുനന്മയിലും അധിഷ്ഠിതമായ ശാശ്വത സമാധാനം കെട്ടിപ്പടുക്കുന്നതിന് പരസ്പര ബഹുമാനവും സംഭാഷണവും അത്യന്താപേക്ഷിതമാണെന്ന് മാർപ്പാപ്പ ഓർമ്മിപ്പിച്ചു. ലോകമെമ്പാടുമുള്ള ദശലക്ഷക്കണക്കിന് ആളുകൾക്ക് പ്രതീക്ഷയും ആശ്വാസവും നൽകുന്ന ഈ വാക്കുകൾ സമാധാനപരമായ സഹവർത്തിത്വത്തിനായുള്ള ആഗോള ശ്രമങ്ങളെ ശക്തിപ്പെടുത്തുന്നതിനുള്ള ഒരു വിളിയായി മാറുകയാണ്. നിലവിലെ ആഗോള രാഷ്ട്രീയ സാഹചര്യങ്ങൾ അതീവ സങ്കീർണമാണ്. പശ്ചിമേഷ്യയിൽ ഇസ്രായേലും ഇറാനും തമ്മിലുള്ള സംഘർഷങ്ങൾ ലോകമെമ്പാടും ആശങ്ക വർദ്ധിപ്പിക്കുകയാണ്. ഈ സാഹചര്യത്തിലാണ് സമാധാനത്തിനായുള്ള മാർപ്പാപ്പയുടെ അഭ്യർത്ഥനയ്ക്ക് പ്രസക്തിയേറുന്നത്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഏറ്റുമുട്ടലുകൾ മേഖലയുടെ സ്ഥിരതയെ തന്നെ കാര്യമായി ബാധിച്ചിട്ടുണ്ട്. അടുത്തിടെ നടന്ന മിസൈൽ ആക്രമണങ്ങളും അതിന് മറുപടിയായുള്ള സൈനിക നടപടികളും സ്ഥിതിഗതികൾ കൂടുതൽ വഷളാക്കിയിരിക്കുകയാണ്. ഈ സംഘർഷങ്ങളിൽ ജീവൻ നഷ്ടപ്പെട്ട സാധാരണക്കാരും ഭവനരഹിതരാക്കപ്പെട്ടവരും നിരവധിയാണ്. ഈ മനുഷ്യ ദുരിതങ്ങൾക്ക് അറുതി വരുത്തേണ്ടത് ആവശ്യമാണെന്ന് മാർപ്പാപ്പയുടെ വാക്കുകൾ ഓർമ്മിപ്പിക്കുന്നുണ്ട്. മാനുഷിക സഹാനുഭൂതിയും സമാധാനപരമായ ചർച്ചകളും അനിവാര്യമായ ഈ ഘട്ടത്തിൽ സംഘർഷങ്ങൾക്ക് രാഷ്ട്രീയമായ പരിഹാരങ്ങൾ കണ്ടെത്തേണ്ടതിന്റെ പ്രാധാന്യം മാർപ്പാപ്പ എടുത്തു പറയുന്നുണ്ട്. ആണവായുധങ്ങളുടെ ഭീഷണിയിൽ നിന്നും ലോകത്തെ മോചിപ്പിക്കുക എന്ന ലക്ഷ്യം കേവലം ഒരു ആദർശം മാത്രമല്ല, മറിച്ച് മാനവരാശിയുടെ നിലനിൽപ്പിന് ആവശ്യമായ ഒന്നാണെന്ന് അദ്ദേഹം ഓർമ്മിപ്പിച്ചു. ആണവായുധങ്ങൾ ഒരു രാജ്യത്തിനും സുരക്ഷ നൽകില്ല. അവയുടെ ഉപയോഗം മാനവരാശിയുടെ നാശത്തിലേക്കായിരിക്കും നയിക്കുകയെന്നും മാർപ്പാപ്പ മുന്നറിയിപ്പ് നൽകി. ആണവായുധങ്ങൾ ഇല്ലാത്ത ഒരു ലോകം കെട്ടിപ്പടുക്കുന്നതിന് എല്ലാ രാജ്യങ്ങളും ഒരുമിച്ച് പ്രവർത്തിക്കേണ്ടതിന്റെ ആവശ്യകതയും അദ്ദേഹം ഊന്നി പറഞ്ഞു. ഇസ്രായേലും ഇറാനും തമ്മിലുള്ള സംഘർഷം പതിറ്റാണ്ടുകളായി നിലനിൽക്കുന്ന ഒന്നാണ്. എന്നാൽ സമീപകാലത്ത് ഇത് കൂടുതൽ രൂക്ഷമായി എന്ന് വേണം പറയാൻ. സിറിയയിലെ ഇറാൻ കോൺസുലേറ്റിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിന് മറുപടിയായി ഇറാൻ ഇസ്രായേലിന് നേരെ 100 കണക്കിന് മിസൈലുകളും ഡ്രോണുകളും അയച്ചതോടെയാണ് സ്ഥിതി വഷളായത്. ഇതിന് മറുപടിയായി ഇസ്രായേലും ഇറാനിൽ ആക്രമണം നടത്തിയിരുന്നു. ഈ പരസ്പര ആക്രമണങ്ങൾ മേഖലയെ ഒരു വലിയ യുദ്ധത്തിലേക്ക് തള്ളിവിടുമോ എന്ന ആശങ്ക ലോകമെമ്പാടും ഉയർത്തിയിട്ടുമുണ്ട്. ഈ സാഹചര്യങ്ങളിൽ സാധാരണക്കാരാണ് ഏറ്റവും കൂടുതൽ ദുരിതം അനുഭവിക്കുന്നതും. ബോംബാക്രമണങ്ങളിൽ നിരവധി പേർക്ക് ജീവൻ നഷ്ടപ്പെടുകയും ലക്ഷക്കണക്കിന് ആളുകൾ ഭവനരഹിതരാവുകയും ചെയ്തിട്ടുണ്ട്. ആശുപത്രികളും സ്കൂളുകളും ഉൾപ്പെടെയുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ തകർക്കപ്പെട്ടു. മാനുഷിക സഹായങ്ങൾ എത്തിക്കുന്നതിൽ വലിയ തടസ്സങ്ങൾ നേരിടുന്നുമുണ്ട്. ഈ സാഹചര്യത്തിൽ വെടിനിർത്തലിനും സമാധാനപരമായ ചർച്ചകൾക്കും ലോകരാജ്യങ്ങൾ സമ്മർദ്ദം ചെലുത്തേണ്ടത് ആവശ്യവുമാണ്. ഈ സംഘർഷങ്ങളിൽ ഇന്ത്യയുടെ നിലപാട് വളരെ ശ്രദ്ധേയമാണ്. ഇസ്രായേലിനും ഇറാനും ഇടയിൽ സമാധാനപരമായ ചർച്ചകൾക്ക് പിന്തുണ നൽകാൻ ഇന്ത്യ സന്നദ്ധത അറിയിച്ചു കഴിഞ്ഞു. കേന്ദ്ര വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ഇരു രാജ്യങ്ങളിലെയും വിദേശകാര്യമന്ത്രിമാരുമായി സംസാരിക്കുകയും സംയമനം പാലിക്കാൻ അഭ്യർത്ഥിക്കുകയും ചെയ്തു കഴിഞ്ഞു. ഈ മേഖലയിൽ സമാധാനം പുനഃസ്ഥാപിക്കുന്നതിൽ ഇന്ത്യക്ക് ഒരു നിർണായക പങ്ക് വഹിക്കാൻ സാധിക്കുമെന്ന വിശ്വാസം ലോകരാഷ്ട്രങ്ങൾക്കുമുണ്ട്. സംഘർഷം കൂടുതൽ വഷളാകാതിരിക്കാൻ എല്ലാ കക്ഷികളും സംയമനം പാലിക്കണമെന്നും ചർച്ചകളിലൂടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തണമെന്നുമാണ് ഇന്ത്യയുടെ നിലപാട്. ഇസ്രായേൽ ഇറാൻ സംഘർഷം വ്യോമയാന മേഖലയിലും വലിയ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട്. ഇറാനിയൻ വ്യോമാതിർത്തി അടച്ചതോടെ നിരവധി വിമാനങ്ങൾ വഴിതിരിച്ചുവിടുകയും വൈകുകയും ചെയ്തു. ഇത് അന്താരാഷ്ട്ര വിമാന കമ്പനികൾക്ക് വലിയ നഷ്ടം ഉണ്ടാക്കുകയും യാത്രക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുകയും ചെയ്തിരുന്നു. ആഗോള വ്യാപാരത്തെയും വിനോദസഞ്ചാരത്തെയും ഇത് പ്രതികൂലമായി ബാധിച്ചു. സംഘർഷങ്ങൾ ലോക സമ്പദ് വ്യവസ്ഥയെ എങ്ങനെ ബാധിക്കുമെന്നതിനുള്ള ഒരു ഉദാഹരണം കൂടിയാണിത്. മറ്റൊരു കാര്യം സമാധാനത്തിനായുള്ള ആഗോള ശ്രമങ്ങളാണ്. മാർപ്പാപ്പയുടെ ആഹ്വാനം ലോകമെമ്പാടുമുള്ള സമാധാന ശ്രമങ്ങൾക്ക് കരുത്തു പകരുന്നുണ്ട്. ഐക്യരാഷ്ട്രസഭ ഉൾപ്പെടെയുള്ള അന്താരാഷ്ട്ര സംഘടനകളും ലോക നേതാക്കളും സംഘർഷം ലഘൂകരിക്കുന്നതിനും സമാധാനം പുനഃസ്ഥാപിക്കുന്നതിനും വേണ്ടി പ്രവർത്തിക്കുന്നുമുണ്ട്. ആണവായുധങ്ങളുടെ പ്രചരണം തടയുന്നതിനുള്ള കരാറുകൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകേണ്ടതുണ്ട്. എല്ലാ രാജ്യങ്ങളും ആണവരഹിത ലോകം എന്ന ലക്ഷ്യത്തിനായി ഒരുമിച്ച് പ്രവർത്തിക്കണം. നീതിയിലും ഐക്യത്തിലും അധിഷ്ഠിതമായ ഒരു ലോകം കെട്ടിപ്പടുക്കുക എന്നതാണ് സമാധാനപരമായ സഹവർത്തിത്വത്തിനുള്ള മാർഗം. അതിനായി അഭിപ്രായ വ്യത്യാസങ്ങൾ ചർച്ചകളിലൂടെ പരിഹരിക്കേണ്ടതും പരസ്പര ബഹുമാനത്തോടെ മുന്നോട്ട് പോകേണ്ടതും അത്യാവശ്യം തന്നെയാണ്. മാർപ്പാപ്പയുടെ വാക്കുകൾ ഈ ലക്ഷ്യത്തിലേക്കുള്ള ഒരു വഴികാട്ടിയായി വർത്തിക്കുന്നു. മാനവരാശിയുടെ നിലനിൽപ്പിന് സമാധാനം എത്രത്തോളം അനിവാര്യമാണെന്ന് ഈ വാക്കുകൾ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്.